അയൽവാസിയെ പരിഗണിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി കടകടച്ച് നിന്ന ആളുകൾക്കെതിരെ നാളെ മറ്റുള്ള അയൽവാസികൾ വന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും അത്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസി, ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ അടുത്ത ബാബു ഹഖ്ഖിൽ ജാർ, അയൽവാസിയുടെ അവകാശം അല്ലെങ്കിൽ അയൽവാസിയോട് നാം നിർവഹിക്കേണ്ട ബാധ്യത എന്ന ബാബ്. عن المقداد بن الأسود رضي الله عنه قال سأل رسول الله صلى الله عليه وسلم أصحابه عن الزنا. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് സിനയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച് ചോദിച്ചു. ഖാലു, സ്വഹാബികൾ പറഞ്ഞു, ഹറാമുൻ, അത് ഹറാമാണ്. ഹറമഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും അത് ഹറാമാക്കിയിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅൻ യസ്നിയ അർറജുലു ബിഅശ്രി നിസ്വതിൻ, ഒരാൾ 10 സ്ത്രീകളുമായിട്ട് വ്യഭിചരിക്കുക എന്നത് ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅതി ജാരിഹി, അവന്റെ അയൽവാസിയുടെ ഭാര്യയുമായിട്ട് വ്യഭിചരിക്കുന്നതിനേക്കാൾ നിസ്സാരമാണ്. ഒരാൾ 10 സ്ത്രീകളുമായിട്ട് വ്യഭിചരിക്കുന്നത് അവന്റെ അയൽവാസിയുടെ ഭാര്യയോ മകളോ അല്ലെങ്കിൽ അയൽവാസിയുടെ കീഴിലുള്ള സ്ത്രീയുമായിട്ട് വ്യഭിചരിക്കുന്നതിനേക്കാൾ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. വസഅലഹും അനിസ്സരിഖ, കട്ടെടുക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചോദിച്ചു. ഖാലു, അപ്പോ സഹാബാക്കൾ പറഞ്ഞു, ഹറാമുൻ, ഹറാമാണ്. ഹറമഹുല്ലാഹു അസ്സ വജല്ല വറസൂലുഹു, അല്ലാഹുവും റസൂലും അത് ഹറാമാക്കിയിട്ടുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅൻ യസ്റഖ മിൻ അശ്റതി അഹ്ലി അബയാത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്റഖ മിൻ ബൈതി ജാരിഹി, 10 വീടുകളിൽ നിന്ന് കട്ടെടുക്കുക എന്നത് അവന്റെ അയൽവാസിയിൽ നിന്ന് കട്ടെടുക്കുന്നതിനേക്കാൾ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അയൽവാസിയോടുള്ള കടമകളും ബാധ്യതകളുമാണ് കഴിഞ്ഞ ഹദീസുകളിലും നമ്മൾ പറഞ്ഞത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ കടമകളും ബാധ്യതകളും എല്ലാം നാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹദീസിൽ പറയുന്നത് അയൽവാസിയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനൊപ്പം തന്നെ അയൽവാസിയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആ അയൽവാസിക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പൊ വ്യഭിചാരം, കട്ടെടുക്കൽ, ഇതെല്ലാം തിന്മയാണ്. പക്ഷെ ഇസ്ലാമിൽ ചില തിന്മകൾ ചില സ്ഥലത്തിന്റെയും അല്ലെങ്കിൽ ചില വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗൗരവമുള്ളതായിട്ട് മാറും. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 10 സ്ത്രീകളുമായിട്ട് വ്യഭിചരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്, ഗൗരവമുള്ള തെറ്റാണ്. പക്ഷെ അത് അയൽവാസിയായിട്ടുള്ള തന്റെ അയൽവാസി ഒരാളുടെ കീഴിലുള്ള സ്ത്രീയുമായിട്ട് വ്യഭിചരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ, അതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ആ 10 സ്ത്രീകളെ വ്യഭിചരിക്കാൻ നിസ്സാരം. കാരണം അത്രയും ഗൗരവമുള്ള കാര്യമാണത്, അത്രയും ഗൗരവമുള്ള കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് വൻപാപങ്ങളിൽ എണ്ണുന്നതിൽ ഈ കാര്യം വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതേ കാര്യം തന്നെ അയൽവാസിയായിട്ടുള്ള വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനോ അല്ലെങ്കിൽ ഇൽമു നേടാനോ അല്ലെങ്കിൽ ഇൽമു പഠിപ്പിക്കാനോ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന അവസ്ഥയിലാണ് ഈ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്നുകൂടി ഗൗരവമുള്ളതായി. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയ ഒരാളുടെ ആ വിഷയത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ചില തിന്മകളുടെ ഗൗരവം കൂടും. അപ്പോൾ അയൽവാസി എന്ന നിലക്ക് അയൽവാസിയോട് ചെയ്യുന്ന ഈ വ്യഭിചാരം, അതുപോലെ തന്നെ കളവിന്റെ കാര്യം പറഞ്ഞത്, 10 വീട്ടിൽ നിന്ന് ഒരാൾ കട്ടെടുക്കുകയാണ്, ഗൗരവമുള്ള കാര്യമാണ്. കട്ടെടുക്കുന്നതിന്റെ ശിക്ഷ നമുക്കറിയാം. ദീന ശറഈൽ നിയമം എന്താണ്? അവരെ കൈ വെട്ടിക്കളയുക എന്നുള്ളതാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ അയൽവാസിയിൽ നിന്ന് കട്ടെടുക്കുക എന്നുള്ളത്
വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 10 വീട്ടിൽ നിന്ന് കട്ടെടുക്കുന്നത് നിസ്സാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അവരോട് ചെയ്യേണ്ട ആ പ്രാധാന്യവും അതുപോലെ തന്നെ അവരോട് കാണിക്കേണ്ട അവരോടുള്ള കടമകളുമെല്ലാം ഈമാനിന്റെ ഭാഗമായി പഠിപ്പിച്ചെടുത്ത് തന്നെ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ തിന്മകൾ, അവരുടെ അഭിമാനത്തിലും അവരുടെ സമ്പത്തിലും നമ്മൾ വരുത്തുന്ന ഇതുപോലെയുള്ള തിന്മകൾ, പാപങ്ങൾ, ക്ഷതങ്ങൾ അത് ഗൗരവമുള്ള കാര്യമായിട്ട് മാറും. നമ്മൾ അയൽവാസിയോടുള്ള ബാധ്യതകൾ ശ്രദ്ധിക്കേണ്ട വിഷയം അവരോട് നന്മ ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവം ഇതുപോലെ ഉണ്ടാകാനും പാടില്ല, സൂക്ഷിക്കേണ്ട കാര്യമാണ്. അടുത്ത ബാബു യബ്ദഉ ബിൽ ജാർ, അയൽവാസിയിൽ നിന്ന് തുടങ്ങുക എന്ന വിഷയമായിട്ട്. عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ما زال جبريل يوصيني بالجار حتى ظننت أنه سيورثه. നേരത്തെ പറഞ്ഞ ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. നബിക്ക് തോന്നിപ്പോയി അനന്തരാവകാശത്തിൽ എന്തെങ്കിലും അയൽവാസിക്ക് നൽകേണ്ടി വരുമോ എന്ന് തോന്നിപ്പോകുമാറ്. ഈ ബാബിലെ അടുത്ത ഹദീസ് عن عبد الله بن عمرو بن العاص رضي الله عنهما أنه ذبحت له شاة. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഒരു ആടിനെ അറുത്തു. فجعل يقول لغلامه, അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിക്കാരനോട്, അടിമയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, അഹദൈത ലിജാരിന അൽ യഹൂദി, നമ്മുടെ യഹൂദിയായിട്ടുള്ള നമ്മുടെ അയൽവാസിക്ക് നീ കൊടുത്തോ? വീണ്ടും ചോദിച്ചു, അഹദൈത ലിജാരിന അൽ യഹൂദി, യഹൂദിയായിട്ടുള്ള ജൂതനായിട്ടുള്ള നമ്മുടെ അയൽവാസിക്ക് നീ കൊടുത്തോ? ആടിനെ അറുത്ത് നീ നൽകിയോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, സബീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ളനന്തു അന്നഹു സയവരിസുഹു. ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉപദേശിച്ചത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിപ്പോയി അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അയൽവാസി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കാഫിറാണെങ്കിലും ഫാസിഖാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അയൽവാസി എന്നൊരു ഹക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. അതിൽ കാഫിറും ഫാസിഖും ആയിട്ടുള്ള അയൽവാസിയോട് ബന്ധം ചേർക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? ഒന്ന്, ആ വ്യക്തിയെ ദീനിലേക്ക് ക്ഷണിക്കാൻ, ദഅവത്ത് ചെയ്യാൻ, കുറച്ചുകൂടി മുന്നിലിരിക്കുക, അടുത്തിരിക്കുക, ആൾക്കാർക്ക് ദഅവത്ത് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും. അതുപോലെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഷർറ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനും ഒരു കാരണമായിട്ട് അത് മാറും. അപ്പോ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം, അദ്ദേഹം ചോദിക്കുകയാണ്, വീട്ടിലൊരു ആടിനെ അറുത്തപ്പോ നമ്മുടെ അയൽവാസിയായ ജൂതന് കൊടുത്തില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയൽവാസികൾ കാഫിറുകളാണെങ്കിലും അവരോട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ദുനിയവിയായ മഅറൂഫുകൾ അവരോട് ചെയ്യുക എന്നുള്ളത് അയൽവക്ക ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത ബാബു യുഹ്ദ ഇലാ അഖ്റബിഹിം ബാബൻ, വീടിനോട് അടുത്തതാരാണോ അവർക്കാണ് ആദ്യം നൽകേണ്ടത് എന്നുള്ളത്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ലി ജാറൈൻ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, റസൂലേ, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്. ഫഇല അയ്യിഹിമാ ഉഹ്ദി, ഞാൻ അതിൽ ആർക്കാണ് എന്റെ ഈ സമ്മാനങ്ങളും മറ്റും കൊടുക്കേണ്ടത്? അഥവാ ഒരാൾക്ക് കൊടുക്കാനുള്ളൂ, എന്തെങ്കിലും ഒരു സാധനം ഒരാൾക്ക് കൊടുക്കാനുള്ളൂ, അപ്പൊ ഞാനത് ആർക്കാണ് കൊടുക്കുക എന്ന് ചോദിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇലാ അഖ്റബിഹിമാ മിൻകി ബാബൻ, നിന്റെ വീടിനോട് ഏറ്റവും അടുത്തിട്ടുള്ളത് ആരാണോ, നിന്റെ വീടിന്റെ കതകിനോട് ഏറ്റവും അടുത്തിട്ടുള്ളത് ആരാണോ അവർക്കാണ് നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ അയൽപക്ക ബന്ധം ചേർക്കുമ്പോ നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാമത്തെ പരിഗണന വീടിനോട് ഏറ്റവും അടുത്തുള്ളത് ആർക്കാണ് എന്നുള്ളതാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, അൽ ഹിക്മതു ഫീഹി അന്നൽ അഖ്റബ യറാ മാ യദ്ഖുലു ബൈത ജാരിഹി മിൻ ഹദിയത്തിൻ വഗൈരിഹാ. അടുത്തുള്ള വീടുള്ള ആർക്ക് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അവരായിരിക്കും കൂടുതൽ ഈ ഒരു വീട്ടുകാരിലേക്ക് എന്തൊക്കെയാണ് ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അതൊക്കെ എന്താണ് കിട്ടുന്നത് എന്നൊക്കെ കാണാനുള്ള സാധ്യത.
أو يتشفف لها بخلاف الأبد وأن الأقرب أسرع إجابة لما يقع لجاره من المهمات ولا سيما في أوقات الغفلة. അതായത് ഈ അടുത്തുള്ള വീട്ടുകാരായിരിക്കും എന്തെങ്കിലും പെട്ടെന്ന് വല്ല ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരില്ലാത്ത സമയത്തോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വിളിക്കേണ്ടി വരിക അല്ലെങ്കിൽ സഹായത്തിനെത്താൻ ഉണ്ടാവുക അടുത്തുള്ള വീട്ടുകാരായിരിക്കും. അതുകൊണ്ടാണ് അടുത്തുള്ള വീട്ടുകാർക്ക് ആദ്യം നൽകണം എന്ന് പറയാനുള്ള കാരണം. ഈ ഹദീസിന്റെ ഒരു ഫായിദയായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരു അമല് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അതിൽ ഏറ്റവും ഫضൽ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായത് ഏതാണ് എന്നുള്ളത് അറിയണം, അത് ചോദിച്ച് പഠിക്കണം എന്നുള്ളത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാം, രണ്ടാൾക്കാരാണ് അയൽവാസി, എന്താണ് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് അതിൽ ഏതാണ് ഞാൻ തുടങ്ങേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു അമല് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രതിഫലം കിട്ടാവുന്ന ഏറ്റവും നല്ലത് ഏതാണ്, ഉന്നതം ഏതാണ് എന്നുള്ളത് അമല് ചെയ്യുന്നതിന് മുമ്പേ ചോദിച്ച് പഠിക്കണം എന്നുള്ളത് ഈ ഹദീസിന്റെ ഒരു ഫായിദയായിട്ട് ഉലമാക്കൾ എണ്ണി പറയാറുള്ള കാര്യമാണ്. അടുത്ത ബാബ്, ബാബുൽ അദ്ന ഫൽ അദ്ന മിനൽ ജീറാൻ. നേരത്തെ പറഞ്ഞ അതേ ആശയത്തിൽ തന്നെ അയൽവാസികൾ, അടുത്തിട്ടുള്ള അയൽവാസികളെ പരിഗണിക്കുക എന്നുള്ള വിഷയത്തിൽ. അനിൽ ഹസൻ അന്നഹു സുഇല അനിൽ ജാരി ഫഖാല. ഒരിക്കൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ് സ്ഥാനം കൊണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം പറയുമ്പോൾ എങ്ങനെ പറയാ, സ്വഹാബിയുടെ സ്ഥാനത്ത് എത്തേണ്ട താബിഈ എന്നാണ് പൊതുവെ പറയാറുള്ളത്. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അഥവാ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായിട്ടുള്ള ഉമ്മു സലമയുടെ വീട്ടിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ധാരാളം സ്വഹാബികളുടെ ഇടയിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ അയൽവാസികൾ ആരാണ് അയൽവാസി എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അർബഈന ദാറൻ അമാമഹു, നിന്റെ വീടിന്റെ മുൻപിലേക്കുള്ള 40 വീട്, വഅർബഈന ഖൽഫഹു, പിന്നിലേക്കുള്ള 40 വീട്, വഅർബഈന അൻ യമീനിഹി, വലതു ഭാഗത്തേക്കുള്ള 40 വീട്, വഅർബഈന അൻ യസാരിഹി, ഇടതു ഭാഗത്തേക്കുള്ള 40 വീട് എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അയൽപക്കം എന്നുള്ളത് ആ ഒരു രീതിയിൽ നിൽക്കുന്ന കാര്യമാണ് എന്ന് അറിയിക്കുകയാണ്. പക്ഷേ ഈ ഒരു അസറിനെ മനസ്സിലാക്കുമ്പോൾ നമ്മള് ചില നാടുകളെയും അവരുടെ വീടുകളുടെ രീതികളെയും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാരണം അന്നത്തെ വീട് പോലെയോ അല്ലെങ്കിൽ അന്നത്തെ സൗകര്യങ്ങൾ പോലെയോ ഒന്നും അല്ല ഇന്ന്. ചിലപ്പോൾ 40 വീട് കഴിയുമ്പോൾ പിന്നെ ഒന്നുകിൽ ഒരു അടുത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരമായിട്ട് വേറൊരു നാട്ടിലെത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ ഒരു അളവ് ഏകദേശം മനസ്സിലാക്കുക എന്നുള്ളതിൽ അത്രത്തോളം അയൽവാസികളാണ് എന്നത് അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഏറ്റവും കടമപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്തത് ആരൊക്കെയാണോ അവരോടാണ്. ശ്രേഷ്ഠരായ സഹാബികളൊക്കെ മരണപ്പെട്ടിട്ടും കുറച്ചു കാലം കൂടി താബിഈങ്ങളുടെ ഇടയിൽ ജീവിച്ച ആളുകളാണ് ഈ സഹാബികൾ. ഇവര് പലപ്പോഴും ഒരു അസറാണ്, ഒരു സംസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭാര്യ തിരിക്കാൻ ദേഷ്യപ്പെട്ടിട്ട് നിന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ കാലത്ത് സഹാബികളുടെ കാലത്ത് ഉണ്ടായിരുന്ന നിസ്കാരം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, നിസ്കാരം മാത്രമേ ഞങ്ങൾ നിസ്കരിച്ച പോലെയുള്ളൂ, ബാക്കിയൊന്നുമില്ല. അഥവാ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ചില അസറുകളെ കാണാം. അപ്പൊ ഇതിൽ പറയാണ്, സഹാബികളുടെ കാലത്ത് നമുക്കറിയാം അവർക്ക് മറ്റെന്തിനേക്കാളും, നമ്മൾ അൻസാരികളുടെ ചരിത്രം നമുക്കറിയാം, അവര് സ്വന്തം സമ്പത്തിനേക്കാളും പണത്തിനേക്കാളും മറ്റെന്തിനേക്കാളും മുസ്ലിമായ ഒരു സഹോദരനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് പറയാണ്, ഇന്ന് ദീനാറും ദിർഹവുമാണ് അതിനേക്കാൾ ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, ഇന്ന് കണ്ട എന്താ പറയാ, ഇന്ന് നമ്മുടെ മുസ്ലിമുകളുടെ അവസ്ഥ എന്താ പറയാ, അതിനേക്കാൾ പരിതാപകരമായിട്ടുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, എത്ര അയൽവാസികളാണ് മറ്റുള്ള അയൽവാസികളിൽ നിന്ന് കഥകടച്ചവരായിക്കൊണ്ട് നാളെ പരലോകത്തെത്തുക. അവര് പറയും, റബ്ബേ, അയൽവാസിയായിട്ട് ഇവനിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഹഖ് ലഭിക്കാതെ അവൻ എന്റെ മുമ്പിൽ കഥകടച്ചവനാണ്. അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് അയൽവാസിയെ പരിഗണിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി കഥകടച്ച് നിന്ന ആളുകൾക്കെതിരെ നാളെ മറ്റുള്ള അയൽവാസികൾ വന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും അത്. ഇനി അയൽവാസിയാണെങ്കിൽ ഇങ്ങനെ, ഇനി അതൊരു കുടുംബ ബന്ധമുള്ളവനും കൂടിയാണെങ്കിലോ, കുടുംബ ബന്ധമുള്ളവരാണെങ്കിലോ കൂടുതൽ ഗൗരവമായി. അയൽവാസി അത് പിന്നെ ഇനി കാഫിർ മുസ്ലിം വിചാരിക്കാം, മുസ്ലിം ആണെങ്കിൽ ഗൗരവം, മുസ്ലിമിന്റെ കാര്യം പറഞ്ഞ സഹോദരന്റെ. കുടുംബബന്ധമുള്ളവനും കൂടിയാണെങ്കിലോ അതിലും ഗൗരവം. എത്ര ആളുകളാണ് മുസ്ലിങ്ങൾക്കിടയിൽ അയൽവാസികളായിട്ടും കുടുംബക്കാരായിട്ടും
പരസ്പരം മിണ്ടാതെയും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിൽക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഒരു ഇജ്ജത്ത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സഹാബികൾ, നമ്മുടെ മുൻഗാമികൾ, അവർ ഉണ്ടായിരുന്നത് അവർക്ക് മറ്റെന്തിനേക്കാൾ വലുത് മുസ്ലിമായ ഒരു സഹോദരനായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാൻ കാണും. സഹാബികളെ നമുക്ക് കേട്ട് പരിചയിച്ച ഒരു കാര്യമാണ് യുദ്ധ സമയത്ത് വെള്ളത്തിന് ചോദിച്ച ഒരു സംഭവം. ഒരു സഹാബി വെള്ളത്തിന് ചോദിക്കുമ്പോൾ, വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അടുത്ത് വേറെ ആൾ സഹാബി ചോദിക്കുന്നുണ്ടാവും. അപ്പോ അവിടെ കൊടുത്തോളാൻ പറയും. അങ്ങനെ വേറെ ആൾ കൊടുക്കാൻ പറയും, വേറെ ആൾ കൊടുക്കാൻ പറയും. അങ്ങനെ ആദ്യം ചോദിച്ച ആളുടെ തന്നെ തിരിച്ചെത്തും. പക്ഷെ ഒരാൾക്കും കിട്ടുന്നതിന് മുമ്പ് അവരൊക്കെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പൊ അത്രയും അവർ സ്വന്തം ജീവനേക്കാളും സമ്പത്തിനേക്കാളും എല്ലാം മുസ്ലിമായ ഒരു സഹോദരനെ അവർ സ്നേഹിച്ചിരുന്നു, അവർ ഇഷ്ടപ്പെട്ടിരുന്നു, അവരോടുള്ള കടമയുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ബാബു ലാ യശ്ബഉ ദൂന ജാരിഹി. ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോൾ കമ്മിൻ ജാരിൻ മുതഗല്ലഖുൻ എന്നാണ് വായിച്ചത്. മുതഅല്ലഖുൻ കമ്മിൻ ജാരിൻ മുതഅല്ലഖിൻ ബിജാരിഹി യൗമൽ ഖിയാമ. ഒരു അയൽവാസി ഒപ്പം കൂടിയവനായിട്ടുണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുക. തെറ്റൊരു സംശയം. ബാബു ലാ യശ്ബഉ ദൂന ജാരിഹി. അയൽവാസിയെ പരിഗണിക്കാതെ വയറ് നിറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. عن عبد الله بن المساور رضي الله رحمه الله قال سمعت ابن عباس يخبر ابن الزبير يقول سمعت النبي صلى الله عليه وسلم يقول. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു സുബൈറിനോട് പറയുന്നതായി കേട്ടു എന്ന് ഒരു താബിഈ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ. അയൽവാസി വിശക്കുന്നവനായിരിക്കെ, അയൽവാസി പട്ടിണി കിടക്കുന്നവനായിരിക്കെ വയറ് നിറക്കുന്നവൻ മുഅ്മിനല്ല. അഥവാ ഈമാനിന്റെ പൂർണ്ണത അവൻ നേടുന്നില്ല. അവന്റെ ഈമാൻ ദുർബലമായിരിക്കും, അതിന്റെ പൂർണ്ണതയിൽ അവൻ എത്തിയിട്ടില്ല എന്ന് കാണാം. അതായത് അയൽവാസിയോടുള്ള ബന്ധപ്പെട്ടതാണ്. അതായത് അയൽവാസി പട്ടിണി കിടക്കുകയാണ്, അവന് ഭക്ഷണം കഴിക്കാനില്ല, അല്ലെങ്കിൽ അവന് ആ ഒരു കാര്യമില്ല, പക്ഷെ ഇപ്പുറത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വയറ് നിറക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? അവന്റെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ അവൻ നിറക്കുക. അവന്റെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ നിറച്ച അവസ്ഥയിലാണ് അവൻ ആകുന്നത്. അപ്പൊ അയൽവാസി പട്ടിണി കിടക്കുകയും അവൻ വയറ് നിറഞ്ഞവനായിരിക്കുകയും ഒരു അവസ്ഥയുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളമല്ല. മുഅ്മിനാണെങ്കിൽ അവന്റെ അയൽവാസിക്ക് കൂടി ഒന്ന് ബാക്കി വെച്ച് നൽകിക്കൊണ്ടാണ് അവൻ ഭക്ഷിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈമാനിന്റെ പൂർണ്ണതയിൽ അവൻ എത്തില്ല. ഈമാനിന്റെ അടിസ്ഥാനം ഇല്ല എന്നല്ല അർത്ഥം, മുസ്ലിമേ അല്ല, മുഅ്മിനേ അല്ല എന്നല്ല അർത്ഥം, അതിന്റെ പൂർണ്ണതയിൽ അവൻ എത്തുകയില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, പരിഗണിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ദുർബലമായി പോയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അയൽവാസിയോടുള്ള കടമകൾ, കുടുംബബന്ധം ചേർക്കുന്നതിലുള്ള വീഴ്ച. എന്നാൽ ആ ആളുകൾ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ രാത്രി നിസ്കരിക്കുന്നവരായിരിക്കും, സുന്നത്തായ നോമ്പ് നോൽക്കുന്നവരായിരിക്കും, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ വീട്ടുന്നതിൽ അവർ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടാവും. പക്ഷെ അയൽവാസികളുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ കുടുംബബന്ധം ചേർക്കുന്നതിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ബന്ധത്തിൽ, സൃഷ്ടികളോടുള്ള കടമകളിൽ വളരെ വലിയ വീഴ്ച വരുത്തുന്ന ആളുകൾ ധാരാളം നമുക്ക് കാണാം. ദീനിയായി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സൃഷ്ടികളോടുള്ള ഹക്കുകൾ വീട്ടാതെ അള്ളാഹുവിനോടുള്ള ഹക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഗൗരവമുള്ള കാര്യമാണ്. ഒരുത്തന്റെ ഉമ്മാന്റെ ഒരു നോക്കാതെ അവൻ എത്ര രാത്രി നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും, എത്ര സുന്നത്തായ നോമ്പുണ്ടെങ്കിലും, അവന്റെ ഉമ്മാക്ക് അവൻ ആവശ്യക്കാരനായിരിക്കെ അവനത് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ഭയപ്പെടണം. അവന്റെ ഈ അമലുകൾ അവന് ഉപകരിക്കാതെ പോകുന്നത് അവൻ ഭയപ്പെടേണ്ടി വരും. അല്ലാഹു മുസ്തആൻ. അടുത്ത ബാബ്, ബാബു യുക്സിറു മാഅൽ മറഖി ഫയുഖ്സിമു ഫിൽ ജീറാൻ. കറി ഉണ്ടാക്കുമ്പോൾ കറിയിലെ വെള്ളം കൂട്ടിക്കൊണ്ട് അയൽവാസികൾക്ക് നൽകുക എന്നതുമായി ബന്ധപ്പെട്ട് عن أبي ذر قال أوصاني خليلي بثلاث. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മൂന്ന് കാര്യങ്ങൾ എന്റെ ഖലീൽ എനിക്ക് ഉപദേശിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായിട്ട് ആരെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഞാനൊരു ഖലീലിനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കർ ആകുമായിരുന്നു, പക്ഷെ അള്ളാഹു എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായി ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല, പക്ഷെ ഒപ്പമുണ്ടായിരുന്ന സഹാബികൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അബൂ ദർ അൽ ഗിഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും
അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം എപ്പോഴും ഹദീസ് പഠിക്കാൻ വേണ്ടി ഒപ്പം കൂടിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ പറയാറുള്ളത്. ഇപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചിലപ്പോ ഔസാനി ഹബീബി എന്ന് പറയാറുണ്ട്. കാരണം അത്രയും അടുപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് 3 കാര്യങ്ങളെ കൊണ്ട് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്നാമത് കേൾവിയും അനുസരണം ഉണ്ടാകണം. ഒരടിമ, ആ അടിമ വൈകല്യമുള്ളവനാണെങ്കിലും അവന്റെ അവയവങ്ങൾക്ക് വൈകല്യവും വളവും ഇതൊക്കെ ഉണ്ടെങ്കിലും വികലാംഗനാണെങ്കിലും വിരൂപനാണെങ്കിലും ഭരണാധികാരിയായിട്ട് അടിമയായിട്ടുള്ള ഒരാൾ വന്നാലും കേൾവി അനുസരണം ഉണ്ടാകണം. രണ്ടാമത്തേത് وَإِذَا صَنَعْتَ مَرَقَةً فَأَكْثِرْ مَاءَهَا ثُمَّ انظُرْ أَهْلَ بَيْتٍ مِنْ جِيرَانِكَ فَأَصِبْهُمْ مِنْهُ بِمَعْرُوفٍ. നീ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിന്റെ കുടുംബത്തിന് മാത്രമേ കുറച്ച് കറി ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചിട്ടെങ്കിലും കറി എന്താക്കുക, കുറച്ച് കൂട്ടുക. എന്നിട്ട് നീ നോക്കുക, നിന്റെ അയൽവാസികളെ നോക്കുക, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് നൽകുക. മൂന്നാമത്തെ കാര്യം, 2 കാര്യങ്ങളായി. മൂന്നാമത്തേത് വസല്ലി സ്വലാത്ത ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. ഫൈൻ വജദൽ ഇമാമ ഖദ് സ്വല്ല, ഇമാം അത് നീ നിസ്കാരം നിർവഹിച്ചു, എന്നിട്ട് പിന്നെ കുറച്ച് വൈകിട്ടാണ് ഇമാം നിസ്കാരം നിർവഹിക്കുന്നത് നീ കാണുന്നതെങ്കിൽ ഫഖദ് അഹ്റസ്ത സ്വലാത്തക, നീ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. വഇല്ലാ ഫഹിയ നാഫില, നീ ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നിനക്ക് നാഫിലത്തായിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊരു റിവായത്തിൽ യാ അബൂദർ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബൂദർ ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅൽ മറഖ വതആഹദ് ജീറാനക ഔ ഇഖ്സിം ഫീ ജീറാനിക, നീ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂട്ടിയിട്ട് നിന്റെ അയൽവാസിക്ക് കൊടുക്കുക. ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് അസ്മഉ വഉതിഉ വലൗ ലിഅബ്ദിൻ മുജദ്ദഅൽ അത്റാഫ്, വൈകല്യമുള്ള വിരൂപമായിട്ടുള്ള കോലമുള്ള ഒരു അടിമയായിട്ടുള്ള ഒരാളാണ് ഭരണാധികാരിയായിട്ട് ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിയായി വന്നത് എങ്കിലും നീ എന്ത് വേണം? കേൾവിയും അനുസരണവും വേണം. ഇത് പ്രത്യേകം ഇങ്ങനെ പറയാം. വേറെ ഹദീസുകൾ കാണാം അടിമയാണെങ്കിലും എന്ന് പറയാനുള്ള കാരണം എന്താണ്? പൊതുവെ ഒരു നാടിന്റെ ഇമാമത്ത് നേതൃത്വം അവരാരെ വരിക, അതിൽ ഉന്നതമായ കുലത്തിലുള്ള ഗോത്രത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ ഉണ്ടാവുക. അപ്പൊ അവരോട് കേൾവി അനുസരണവും സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും ഉണ്ടാകും. അവരോട് കേൾവി അനുസരണം ഉണ്ടാവാന് പ്രത്യേകിച്ച് ഒരു ഇതുണ്ടാവില്ല. ഇപ്പൊ നാട്ടില് നല്ലൊരു കുടുംബത്തില് നല്ലൊരു സമ്പത്തോ അല്ലെങ്കിൽ നല്ല കുടുംബപരമായിട്ടുള്ള ആ ഒരു അമീറായിട്ട് വരുമ്പോൾ അനുസരിക്കാതെ പ്രേരണ ഉണ്ടാകും. എന്നാൽ അടിമയായിട്ടുള്ള ആളുകൾക്കിടയിൽ സ്ഥാനമില്ലാത്ത, എന്നാൽ നേരെ ഒരു രൂപം പോലും ഇല്ലാത്ത, വൈകല്യമുള്ള, കുറവുകളുള്ള, ഒരുപാട് ന്യൂനതകളുള്ള ഒരാളാണ് ഭരണാധികാരി വരുമ്പോ ആ ത്വബഈയായിട്ട് മനുഷ്യനെ അനുസരിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല. എന്നാൽ ഇസ്ലാമിന്റെ പൊതുവായിട്ടുള്ള നിയമം എന്താണ്? ഭരണാധികാരി ഇനി ആ ഭരണാധികാരി തെമ്മാടിയാണെങ്കിലും, ആ ഭരണാധികാരി മദ്യപിച്ച് കിടക്കുന്നവനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും മറ്റെന്ത് തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കൊല്ലുന്നവനാണെങ്കിലും ആ ഭരണാധികാരിയായി ഇരിക്കുന്ന കാലത്തോളം ആ ഭരണാധികാരിയോട് കേൾവി അനുസരണവും വേണം. അള്ളാഹുവിനെ ധിക്കരിക്കാത്ത വിഷയത്തിൽ ആ ഭരണാധികാരി ഒരു നാട്ടിൽ നിയമമായിട്ട് ആളുകൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആളുകൾ അനുസരിച്ചിരിക്കണം. ഭരണാധികാരി അതേസമയം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയം നിർബന്ധിച്ച ആളുകളോട് പറയാം, നിങ്ങൾ കള്ളുടിക്കണം പറഞ്ഞാൽ കള്ളുടിക്കണോ? ആവശ്യമില്ല. നിങ്ങൾ ഇന്നെ തെറ്റ് ചെയ്യണം പറഞ്ഞാൽ കേൾക്കണോ? വേണ്ട. പക്ഷെ അതല്ലാതെ ആ രാജ്യത്തിന്റെ കീഴിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതനുസരിക്കണം. ഇയാൾ തെമ്മാടിയാണ്, ഇയാൾ ഇന്നത് ചെയ്യുന്നുണ്ട്, ഇയാൾ ആള് ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ഈ വിഷയത്തിൽ എത്രയോ ഹദീസുകൾ നമ്മൾ അഹ്ലുസുന്നയുടെ അഖീദയിലും മൻഹജിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എത്രയോ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് വളരെ അറിയാത്ത അശ്രദ്ധമായിട്ടുള്ള വൈകാരികമായി നിലപാടെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല. കേൾവി അനുസരണം ഉണ്ടായിരിക്കണം. അയാളുടെ പിന്നിൽ ജിഹാദ് ചെയ്യണം, ആ ഭരണാധികാരിയുടെ പിന്നിൽ നിസ്കരിക്കണം, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് പറഞ്ഞതാണ് നമ്മുടെ ബാബു കിതാബുമായി ബന്ധപ്പെട്ട വിഷയം. വീട്ടിലൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ, എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് കറിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? വെള്ളം കൂട്ടിച്ചേർത്ത് കുറച്ച് കൂട്ടാം. അപ്പൊ അയൽവാസിയായ ആളുകൾക്ക് നൽകാൻ ഇന്ന് ആളുകൾക്കിടയിൽ തീരെയില്ല. ആളുകൾക്കൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഭക്ഷണം കൂടുതലായിട്ട് അന്നത്തെ കാലം പോലെയല്ല. ഇന്ന് ആളുകൾക്ക് ഭക്ഷണം എന്താണ്? കൂടുതലാണ്. അൽഹംദുലില്ലാ. അന്ന് ഒരു വീട്ടിലുണ്ടെങ്കിൽ 10 വീട്ടിലൊക്കെ പട്ടിണിയായിരിക്കും. നേരാവണ്ണം കറി ഉണ്ടാക്കാൻ പോലും അവസ്ഥ ഉണ്ടാവില്ല. ഇന്ന് ഭക്ഷണം കൂടുതലാണ്, അതൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ കറിയിൽ വെള്ളം ചേർത്ത് നൽകുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അയൽവാസിക്ക് നൽകുന്നതിന്റെ ആ പ്രാധാന്യം. മൂന്നാമത്തേത് പറഞ്ഞത് വസല്ലി സ്വലാത്തി ലിവഖ്തിഹാ. ഈ മൂന്നാമത്തെ കാര്യം പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
സഹാബികളിൽ നിന്നുള്ള വേറെയും അസ്റുകളിൽ കാണാം, ചില ഭരണാധികാരികൾ, ഒരു നാടിന്റെ ഭരണാധികാരിയാണ് ആ നാട്ടിലെ മസ്ജിദിലെ ഇമാമായി നിൽക്കുക, ഖത്തീബായിട്ടുണ്ടാവുക, അമീറാണ് ഉണ്ടാവുക. അപ്പൊ ചില ആളുകൾ ഇതുപോലെ നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളായിട്ട് അമീർമാരുണ്ടാവും. പക്ഷെ അപ്പോ ആളുകൾ എന്താ ചെയ്യേണ്ടത്? അമീർ നിസ്കരിക്കുന്നത് നമുക്കൊരു ജമാഅത്ത് നടത്താം, അങ്ങനെയാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു മസ്ജിദിലാണെങ്കിലും മസ്ജിദില് ഒരു ഇമാമിനെ ഫിക്സർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇമാമിന്റെ അധികാരത്തിലാണ് ആ മസ്ജിദിലെ ജമാഅത്ത് നടക്കേണ്ടത്. ആ ഇമാം അവിടെ ഇല്ല എങ്കിൽ, വേറെ നടത്തണമെങ്കിൽ ആ ഇമാമിന്റെ അനുവാദം ഉണ്ടായിരിക്കണം. ഇമാമിന്റെ അനുവാദം ഇല്ലാതെ ഒരു മസ്ജിദിൽ ഒരു ഫിക്സഡ് ഇമാം ഉണ്ട് വിചാരിക്കുക. ഞാൻ പൊതുവായിട്ട് നിയമമല്ല, നമ്മുടെ നാടിന്റെ സാഹചര്യം പറയാം. മസ്ജിദിൽ ഒരു ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാമിന്റെ അനുവാദം ഇല്ലാതെ ആ ഇമാമിന്റെ സ്ഥാനത്ത് കയറി നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല, നിസ്കാരം ശരിയാവൂല. കാരണം ആ ഇമാമിന്റെ അനുവാദം വേണം. ഇവിടെ വിഷയം, ആ ഭരണാധികാരിയാണ് ഒരു മസ്ജിദിൽ ഇമാം ഉണ്ടാവുക. അപ്പൊ ആ ഇമാമാണ് അവിടെ നിസ്കാരത്തിന് സമയം നിർവഹിക്കുക, ഭരണാധികാരി എന്ന നിലയ്ക്ക്. നമ്മുടെ നാടുകളിൽ മുദീറോ മുത്തവല്ലിയോ ഉണ്ടാവും, മുത്തവല്ലിക്ക് അധികാരം ഉണ്ടാവും, ഇമാമിന്റെ സമ്മതം ഉണ്ടാവും, അപ്പൊ ചെയ്യാം. അതല്ലാതെ ഭരണാധികാരി നിർവഹിക്കുമ്പോൾ ചില ആളുകൾ നിസ്കാരം വൈകിപ്പിക്കും, സമയത്ത് നിസ്കരിക്കാതെ വൈകിപ്പിക്കുന്ന അവസ്ഥ ജമാഅത്തായി നിസ്കരിക്കുന്നിടത്തുണ്ടാകും. പക്ഷെ അവിടെ ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? സ്വല്ലി സ്വലാത്തി വഖ്തിഹ, നീ നിന്റെ നിസ്കാരം സമയമായ ജമാഅത്തായിട്ട് അമീർ അവിടെ നടത്തിയിട്ടില്ലെങ്കിലും അന്ന് കാലത്തെ കാര്യം പറയുന്നത്, നീ എന്ത് ചെയ്യണം? നിന്റെ നിസ്കാരം നിസ്കരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഫൈൻ വജത്തൽ ഇമാമ ഖദ് സ്വല്ല, പിന്നെ ഇമാം നിസ്കരിക്കുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ നീ ആ ഇമാമിന്റെ ഒപ്പം നിസ്കരിക്കുക. അതുകൊണ്ട് എന്താണ്? നിസ്കാരം സമയത്ത് നിർവഹിച്ചുകൊണ്ട് നിസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇമാമിന്റെ ഒപ്പമുള്ള നിസ്കാരം എന്താണ്? നിനക്ക് സുന്നത്തുമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇതേ ഹദീസ് യാത്രയിൽ അമൽ ചെയ്യാം. ചില യാത്രകളിലൊക്കെ നമ്മൾ ജമ്മും കസറായിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവും, അപ്പൊ മഗ്രിബിന്റെ ഒപ്പം നമ്മൾ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയപ്പോ അവിടെ ഇശാ ജമാഅത്ത് നടക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഇമാമിന്റെ ഒപ്പം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് സുന്നത്തായിട്ടുള്ള നിസ്കാരമായിട്ട് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ ബാബിൽ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും നൽകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നു. അത് പ്രത്യേകം പറയുന്നു, അന്ന് കാലത്തെ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കണം, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബ്, ബാബ് ഖൈറുൽ ജീറാൻ, ഏറ്റവും നല്ല അയൽവാസി ആരാണ്? രണ്ടാളുകളുണ്ട്, രണ്ട് മുസ്ലിമായ അയൽവാസികളുണ്ട്. ഇതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്മ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതിൽ ഏറ്റവും നല്ലത് ആരാണ്? عن عبد الله بن عمرو بن العاص رضي الله عنهما عن رسول الله صلى الله عليه وسلم أنه قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി തആല ഖൈറുഹും ലിസാഹിബിഹി, രണ്ട് കൂട്ടുകാരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ തന്റെ കൂട്ടുകാരനോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നവനാണ്, ഏറ്റവും ഖൈറായി നിൽക്കുന്നവനാണ്. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്, രണ്ട് അയൽവാസികളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് ഖൈറുഹും ലിജാരിഹി, അതിൽ ആരാണോ തന്റെ അയൽവാസിയോട് നന്നായിട്ട് നിൽക്കുന്നത് അവനാണ്. അതായത് ഇപ്പോൾ കൂട്ടുകാരാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അയൽവാസികളാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ അതിൽ ഏറ്റവും സ്ഥാനം ലഭിക്കുന്നവൻ അല്ലെങ്കിൽ ഏറ്റവും സ്ഥാനമുള്ളവൻ എന്നുള്ളത് തന്റെ അയൽവാസിയോട് തന്റെ കൂട്ടുകാരനോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നവനാണ്. അപ്പൊ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടുന്നവൻ, ആദ്യം സലാം പറയുന്നവനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ അടുക്കുന്നതിൽ, നമ്മൾ മത്സരിക്കുന്നതിൽ നമ്മളായിരിക്കണം ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, നമ്മുടെ സുഹൃത്തിനോടാവട്ടെ അയൽവാസിയോടാവട്ടെ എന്നുള്ളത് നമ്മൾ പരിഗണിക്കണം. ഇനി ഈ ഹദീസിന്റെ മഫ്ഹൂമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഉലമാക്കൾ പറഞ്ഞത് കാണാം, അന്ന ശർറഹും ഇൻദല്ലാഹി ശർറുഹും ലിസാഹിബിഹി ഔ ജാരിഹി, ആരാണോ അയൽവാസിയോട് ഷർറ് ചെയ്യുന്ന, പരസ്പരം ഉപദ്രവിക്കുന്നുണ്ട്, അതിൽ ഏറ്റവും ഷർറ് ഉണ്ടാക്കുന്നവനാണ് ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കലും ഷർറ് നിറഞ്ഞവൻ എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്ന് അയൽവാസിയോടുള്ള ബന്ധം നിർവഹിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും മനസ്സിലാക്കാം. അടുത്തത് ബാബുൽ ജാരി സ്വാലിഹ്, സ്വാലിഹായിട്ടുള്ള ഒരു അയൽവാസി ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. النافع بن عبد الحارث رضي الله عنه عن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തിൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണ് അൽ മസ്കനുൽ വാസിഅ, അവന് വിശാലതയുള്ള ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത്. വൽ ജാറു സ്വാലിഹ്, അവന് സ്വാലിഹായിട്ടുള്ള നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നുള്ളത്. വൽ മർകബുൽ ഹനി,
അവന് നല്ലൊരു സുഖപ്രദമായിട്ടുള്ള ഒരു വാഹനം ഉണ്ടാവുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഒരു മുസ്ലിമിന്റെ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തേത് അൽ മസ്കനുൽ വാസിഅ, വിശാലതയുള്ള ഒരു വീട്. വിശാലത പറഞ്ഞാൽ വലിയ വീട് ഉണ്ടാവണം എന്നുള്ളതല്ല. അവന്റെ ന്യൂനതകൾ അവന്റെയും അവന്റെ കുടുംബത്തിനെയും സംരക്ഷണമായിട്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരു മറയെന്നോണം ലഭിക്കുന്ന ഒരു കാര്യം, അവരുടെ ന്യൂനതകൾ പുറത്ത് അവരുടെ അകത്തുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഔറത്തുകൾ വെളിവാകുന്നത് പുറത്ത് കാണാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കുറവുകൾ പുറത്തേക്ക് അറിയാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു വീട്. അതുപോലെ തന്നെ അവരുടെ സന്താനങ്ങൾ, മക്കൾക്കും അതുപോലെ പെൺമക്കൾക്കും എല്ലാം ജീവിക്കാൻ സൗകര്യമുള്ള രീതിയിൽ, അതുപോലെ അതിഥികൾ വന്നാൽ അവരെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട്. അതാണ് വിശാലമായ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ഗ്രൗണ്ട് പോലെ വലിപ്പം വേണം അല്ലെങ്കിൽ എല്ലാ സൗകര്യം വേണം, അതല്ല. അതുപോലെ ഒരു വീട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വീട്. അതാണ് അൽ മസ്കനുൽ വാസിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് പറഞ്ഞു വൽജാരി സ്വാലിഹ്, സ്വാലിഹായിട്ടുള്ള ഒരു അയൽവാസി. അതായത് നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ സഹായിക്കുന്ന, ദുനിയവിയായിട്ടും സഹായം ഉണ്ടാകുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന. ഇപ്പൊ നമ്മളൊരു അയൽവാസി നമ്മളൊരു ദിവസം ഫജ്റിന് എഴുന്നേൽക്കാൻ വൈകിയാണ്, അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ വിളിക്കുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ ഒരു സുന്നത്തായ നോമ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇൽമ് പഠിക്കുന്നത് അത് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ദുനിയവിയായിട്ടുള്ള രീതിയിൽ പരസ്പരം സഹായിക്കുന്ന ആ രീതിയിലുള്ള ഒരു അയൽവാസി, അതാണ് സ്വാലിഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ മർകബുൽ ഹനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല സുഖകരമായിട്ടുള്ള ഒരു യാത്ര മൃഗം അല്ലെങ്കിൽ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ദീനിയായിട്ടുള്ള നിസ്കരിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള നന്മകൾ ചെയ്യാനും, കുടുംബബന്ധം ചേർക്കാൻ, മസ്ജിദിൽ പോകാനും, യാത്രക്കും, നമ്മുടെ കച്ചവടത്തിനും അതിനെല്ലാം ഉപകരിക്കുന്ന, നമ്മളെ തടയാത്ത അഥവാ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്ന ഒരു വാഹനമല്ലാതെ നല്ലൊരു വാഹനം ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ, ഇതിന്റെ വേറെ റിവായത്തിൽ കാണാം, അർബഉ മിനസ് സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. കൂടുതലായി വന്നിട്ടുള്ളത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായിട്ടുള്ള ഒരു ഭാര്യ, വൽ മസ്കനുൽ വാസിഅ, വിശാലതയുള്ള വീട്, വൽ ജാറു സ്വാലിഹ്, സ്വാലിഹായ അയൽവാസി, വൽ മർകബുൽ ഹനി, നല്ലൊരു വാഹനം. അതിൽ തന്നെ വഅർബഉ മിനശ് ശഖാ, ഇതിന്റെ നേരെ എതിരായിട്ടുള്ളത് ദൗർഭാഗ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൽ ജാറു സൂ, മോശമായിട്ടുള്ള അയൽവാസി, വൽ മർഅത്തു സൂ, മോശമായിട്ടുള്ള ഭാര്യ, വൽ മർകബു സൂ, മോശമായിട്ടുള്ള വാഹനം, വൽ മസ്കനു ദീഖ്, ഇടുങ്ങിയ ഒരു വീട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് സാധിക്കാത്ത തരത്തിലുള്ള വീട്. അടുത്തത് ബാബുൽ ജാരി സൂ, മോശപ്പെട്ട അയൽവാസിയുമായി ബന്ധപ്പെട്ട എന്നുള്ള ഹദീസ്. عن أبي هريرة رضي الله عنه قال كان من دعاء النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്ന ദുആയിലെ ഒരു ലഫ്ളാണ്. ഈ ലഫ്ള് ഒരു 5 കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിലെ ഒരു ഭാഗമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ ഫി ദാരിൽ മുഖാം, അല്ലാഹു നിലനിൽക്കുന്ന വീട്ടിൽ മോശപ്പെട്ട അയൽവാസിയെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഫൈന്ന ജാറ ദുനിയ യതഹവ്വലു, ദുനിയാവിന്റെ അയൽവാസികൾ മാറി മറിയുന്നതാണ് എന്നത്. ഈ ഹദീസിനെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറഞ്ഞു ദാറുൽ മുഖാം എന്നുള്ളത് എന്തിനാ പൊതുവെ പറയാ? സ്വർഗത്തിനാണ് പറയാ, നിലനിൽക്കുന്ന ഭവനം. അപ്പൊ സ്വർഗത്തിൽ മോശമായ അയൽവാസി ഉണ്ടാവരുതേ എന്നുള്ള രീതിയിൽ അർത്ഥം പറഞ്ഞു കാണാം. ഇത് തെറ്റാണ്. കാരണം എന്താണ്? സ്വർഗത്തിൽ മോശമായ അയൽവാസി ഉണ്ടാവുമോ? ഇല്ല. പിന്നെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ദുനിയാവിന്റെ അയൽവാസികൾ മാറി മറിയും എന്നുള്ളത് വന്നുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. പക്ഷെ അതിന്റെ ശരിയായ ആശയം, നമ്മൾ സ്ഥിരതാമസമുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ യാത്രയിലോ അല്ലെങ്കിൽ വേറെ നാടുകളിലോ പോയി താമസിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ സ്ഥിരതാമസം ഉണ്ടാവുക എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മോശപ്പെട്ട അയൽവാസിയാണെങ്കിൽ നമ്മൾ താമസിക്കുമ്പോഴും താമസിക്കാത്തപ്പോഴും അവർ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുക. താമസിക്കുമ്പോൾ ഒരു ഉപദ്രവം ഉണ്ടാവും, നമ്മൾ ഇല്ലാത്തപ്പോഴും അതുപോലെ വേറെ പല ഉപദ്രവങ്ങൾ ഉണ്ടാവും. എന്നാൽ നമ്മൾ യാത്രകളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോ മാറി മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ആ അയൽവാസികളെ നമ്മൾ മാറി മാറി, ചിലപ്പോൾ നല്ല അയൽവാസികളുടെ അടുത്തേക്ക് നമുക്ക് തന്നെ മാറാൻ പറ്റും, അല്ലെങ്കിൽ അത് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം.
അപ്പോ അതാണ് ഇതിന്റെ ഉദ്ദേശം. എപ്പോഴും നല്ല അയൽവാസി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം. മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ നേടാറുണ്ടായിരുന്നു. നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട വാക്കാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ ഫീ ദാരിൽ മുഖാം ഫഇന്ന ജാറ ദുനിയ യതഹവ്വലു. ഇതേ ബാബിലെ അടുത്തൊരു ഹദീസ് وعن أبي موسى رضي الله عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يقتل الرجل جاره وأخاه وأباه. لا تقوم الساعة عندنا സംഭവിക്കുകയില്ല حتى يقتل الرجل جاره وأخاه وأباه. ഒരു വ്യക്തി അവന്റെ അയൽവാസിയെയും അവന്റെ സഹോദരനെയും അല്ലെങ്കിൽ അവന്റെ ഉപ്പയെയും എല്ലാം കൊല്ലുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. സത്യത്തില് ഈ ഹദീസ് കേൾക്കുമ്പോ നമ്മളെ മനസ്സിലാക്കാൻ ഇപ്പൊ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരു ദിവസം പേപ്പർ എടുത്ത് നോക്കിയാല് ഒന്നെങ്കിൽ മകൻ പന കൊന്നു, ഉപ്പ മകനെ കൊന്നു, അല്ലെങ്കിൽ അയൽവാസിയെ കൊന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യനെ കൊന്നു, സഹോദരനെ കൊന്നു. ഇത് ധാരാളം നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ കേട്ട് കേട്ട് എന്താവും, നമുക്ക് അതിനോടുള്ള ഒരു അകൽച്ച ഇല്ലാതായി പോയിട്ടുണ്ടാവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ സഹാബികൾ കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പക്ഷേ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര ഗൗരവത്തിലുള്ള കാര്യമാണ് ഒരാൾ തന്റെ അയൽവാസിയെ കൊല്ലുക, സ്വന്തം സഹോദരനെ കൊല്ലുക, സ്വന്തം ഉപ്പയെ കൊല്ലുക എന്നുള്ളത്. അപ്പോ ഈ ഹദീസ് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം. ഒന്ന്, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ധാരാളം ഉമ്മയെ ഉപ്പ എടുത്ത ഏതൊരു വാർത്തയിലൂടെയോ കൃത്യമായി കണ്ടില്ല, ഉമ്മയും ഉപ്പയും കൊന്നിട്ട് ഒരാൾ പറഞ്ഞത് ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊരു വാർത്ത എന്തോ കേൾക്കാനിടയായി. കൃത്യമായിട്ടല്ല, എവിടെ ഒന്ന് കേട്ട് കാണുന്നതോ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയോ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ അയൽവാസിയെ കൊല്ലുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എത്ര മോശപ്പെട്ട അയൽവാസിയായിരിക്കും അവൻ, എത്ര ഉപദ്രവകാരിയായിട്ടുള്ള ആളായിരിക്കും. അപ്പോ അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ബാബുല യുഗ്ദി ജാറഹു, അയൽവാസിയെ ഉപദ്രവിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള. عن أبي هريرة رضي الله عنه قال قيل للنبي صلى الله عليه وسلم, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫുലാനതൻ തഖൂമുൽ ലൈൽ, ഒരു പെണ്ണ് അവൾ രാത്രി നിസ്കരിക്കുന്നവളാണ്, വതസൂമുൻ നഹാർ, പകലിൽ നോമ്പ് നോൽക്കുന്നവളാണ്, വതഫഅലു വതസദ്ദഖു, ധാരാളം നന്മകൾ ചെയ്യും, സദഖ കൊടുക്കും, വതുഅതി ജീറാനഹാ ബിലിസാനിഹാ, പക്ഷെ ഒരു കാര്യം അവൾ ചെയ്യും, അവളുടെ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കും, അവളുടെ അയൽവാസിയെ ഓരോന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയില്ല, ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശിൽപ്പെട്ടതാണ്. ഖാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, വഫുലാനത്തുൻ തുസല്ലി മക്തൂബ, വേറൊരു പെണ്ണ് നിർബന്ധമായത് ചെയ്യുന്നുള്ളൂ, വതസദ്ദഖ ബിഅത്വാർ, അവളുടെ ആടിനെ പശുവിനെ കറന്നു കിട്ടുന്ന പാലില് കുറച്ചെന്തോ അവൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളത് എന്തോ സദഖ കൊടുക്കും. വലാ തുഅദി അഹദൻ, ഒരാളെ ഉപദ്രവിക്കുന്നില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗ്ഗാവകാശിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സൃഷ്ടികളോടുള്ള ഹക്കൊക്കെ ഉപദ്രവവും തെറ്റാ ചെയ്യുന്നുണ്ടാവുക, എന്നാൽ അള്ളാഹിനോടുള്ള ഹക്കൊക്കെ നന്നായി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ആളുകളെ കാണാൻ സാധിക്കും. അവർ വിചാരിക്കുന്നത് മാത്രം മതി, മറ്റേത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഉപദ്രവിക്കുക കൂടി ചെയ്യാണ്. അങ്ങനെ ചെയ്താൽ അവിടെ അതൊന്നും ഒരു ഖൈറുമില്ല. ഒരിക്കലും സൃഷ്ടികളെ ഉപദ്രവിച്ചുകൊണ്ട്, ഉമ്മാനെ ഉപദ്രവിച്ചിട്ട്, വാപ്പാനെ ഉപദ്രവിച്ചിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിനോട് ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ അവരെ ഞെരുക്കത്തിലാക്കിയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അള്ളാഹുവിനോടുള്ള ഹക്ക് കിട്ടാൻ സാധിക്കില്ല. അതല്ല ദീൻ, അതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഹ്സാനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സൃഷ്ടികളോടുള്ള ഇഹ്സാനും ഒരുപോലെ കൊണ്ടുപോകുന്നിടത്താണ് അവന്റെ വിജയം എന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഒരു സ്ത്രീ രാത്രി നിസ്കരിക്കേണ്ടത്, നോമ്പ് നോൽക്കണമൊക്കെ ചെയ്യുന്നുണ്ട്, അയൽവാസിയെ സംസാരം കൊണ്ട് വേദനിപ്പിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നരകാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ബാബിൽ വരുന്ന മറ്റൊരു ഹദീസാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يدخل الجنة من لا يأمن جاره بوائقه, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരാളുടെ ഉപദ്രവത്തെ തൊട്ട് അവന്റെ അയൽവാസി നിർഭയനല്ല എങ്കിൽ. നമ്മുടെ അയൽവാസി നമ്മളെ തൊട്ട് നിർഭയനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അയൽവാസി പേടിയാണ്, നമ്മൾ ഉപദ്രവിക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ പേടിയാണെങ്കിൽ, അങ്ങനെ അയൽവാസിക്ക് നിർഭയത്വം ഇല്ല എങ്കിൽ ഇവൻ എന്തല്ല, സ്വർഗത്തിൽ പ്രവേശിക്കില്ല. സ്വർഗത്തിൽ പറഞ്ഞാൽ തീരെ പ്രവേശിക്കില്ല എന്നല്ല, ആദ്യ സമയം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളായിട്ട് അവൻ മാറില്ല. ശിർക്കല്ലാതെ ഒന്നും നരകത്തിൽ ശാശ്വതമാവുകയില്ല. പക്ഷെ ഗൗരവമുള്ള കാര്യമാണ്.
സ്വർഗപ്രവേശനം അവന്റെ ആദ്യത്തിൽ തടയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അയൽവാസിയോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുകയും നമ്മുടെ ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതരാണ് അവർ എന്ന രീതിയിൽ വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ബാബുകൾ അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.